ഹലോ, വിഷുക്കണിയും വിഷുസദ്യയും അതിൻ്റെ ഒരുക്കങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇഞ്ചിക്കറിയും മാങ്ങയും നാരങ്ങയൊന്നും സദ്യക്ക് റെഡി ആക്കിയിട്ടില്ലായിരുന്നു. ഓണത്തിനൊക്കെ ആകുമ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി തയ്യാറാക്കി വെക്കുന്നതാണ്. ഇതിപ്പം അങ്ങനെയൊന്നും ചെയ്തില്ല. അതുകൊണ്ട് രാത്രിയിൽ എല്ലാം റെഡിയാക്കുവാണ്. ഇഞ്ചി കുറച്ച് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്താണ് ഞാൻ ഇഞ്ചിക്കറി വെക്കുന്നത്. ഇഞ്ചി മേടിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. പിന്നെ കയ്യിലുള്ള ഇഞ്ചി കൊണ്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കുകയാണ്. പിന്നെ മാങ്ങ രാവിലെ തന്നെ പറിച്ച് ഉപ്പൊക്കെ ഇട്ട് കുപ്പിയിലിട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്ക് നല്ലതുപോലെ ഉപ്പൊക്കെ പിടിച്ച് കുറേ ദിവസം ഉപ്പിലിട്ട് കിടന്ന മാങ്ങയെ പോലെ ആയി. അതുകൊണ്ട് മാങ്ങാക്കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇഞ്ചിക്കറിയുടെ അത് അരച്ച് കറിയാക്കി. തേങ്ങ കൂടുതൽ ചേർത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇഞ്ചിക്കറിക്ക് ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാറുള്ളതാണ്. നല്ല ടേസ്റ്റാണ്, പിള്ളേരൊക്കെ കഴിക്കുകയും ചെയ്യും. പിന്നെ നാരങ്ങ അച്ചാർ റെഡിയായി. അത് നാരങ്ങയ്ക്ക് വില കുറഞ്ഞിരുന്ന സമയത്ത് കുറേ നാരങ്ങ മേടിച്ച് ഞാൻ കേടാവാത്ത വിധം ഉപ്പിലിട്ട് വെച്ചിരുന്നു നാരങ്ങ. അതിൽ നിന്ന് കുറേശ്ശെ എടുത്താണ് അച്ചാറിടുന്നത്. അപ്പോൾ അച്ചാർ റെഡിയായി. നാളത്തെ സദ്യക്ക് പ്രഥമൻ ഉണ്ടാക്കാനുള്ള പച്ചത്തേങ്ങകളാണിത്. ഇത് പറിക്കാൻ വേണ്ടി വയലിൽ പോയ സമയത്ത് അച്ഛൻ്റെ കണ്ണിൽ തെങ്ങിൽ നിന്ന് എന്തോ പൊടി വന്ന് വീണെന്നാണ് പറഞ്ഞത്. ചെറിയ കമ്പോ എന്തോ വന്ന് വീണു. അങ്ങനെ കണ്ണിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ചുമന്ന് കിടക്കുകയാണ്. നല്ല വേദനയുണ്ട്. അച്ഛനായിരുന്നേനെ ഇതുപോലെ തേങ്ങയൊക്കെ പൊതിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇന്ന് തേങ്ങ പൊതിച്ച് കുറച്ച് ചിരകി വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ കുറച്ച് കറികളൊക്കെ വെക്കാൻ പെട്ടെന്ന് റെഡിയാവും. ഇല്ലെങ്കിൽ പിന്നെ പിന്നീട് ചിരകി എടുത്ത് വരുമ്പോഴത്തേക്ക് കുറേ താമസം എടുക്കും. പ്രഥമനുള്ളതൊക്കെ പിന്നീട് ഞാൻ ചിരകത്തേ ഉള്ളൂ. ഇപ്പം കുറച്ച് ചിരകി വെക്കാൻ വേണ്ടിയാണ് തേങ്ങ ഇങ്ങനെ പൊതിച്ചിടുന്നത്. അച്ഛന് കണ്ണിന് നല്ല വേദന ഉള്ളതുകൊണ്ട് അച്ഛൻ നേരത്തെ തന്നെ കിടന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഡോക്ടറൊന്നും ഇല്ലല്ലോ. ഇനി നാളെ രാവിലെ വേണം ഹോസ്പിറ്റലിൽ പോവാൻ. ഇനി മുറിവുണ്ടോയെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് കണി ഒരുക്കുന്നത് അമ്മയും ചേട്ടനും കൂടിയാണ്. അമ്മയ്ക്കാണ് അവിടെ വന്ന് നിന്ന് കണി ഒരുക്കാനുള്ള പറ്റത്തില്ല. കാരണം അമ്മ അവിടെ വന്ന് നിൽക്കാനും പറ്റില്ല. നിൽക്കുമ്പോൾ വാക്കർ വേണം. അത് വെക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതെടുത്ത് വെക്കുക ഇതെടുത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞ് ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അത്യാവശ്യം ഫ്രൂട്ടുകളൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. പിന്നെ പച്ചക്കറിയായിട്ട് വെള്ളരി മാത്രമേ കിട്ടിയുള്ളൂ. മേടിക്കാൻ പറഞ്ഞു വിട്ടതാണ് മത്തനൊക്കെ മേടിക്കണമെന്ന്. പക്ഷെ വന്നപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കണിവെള്ളരിയും ചക്കയും ഉണ്ടായിരുന്നു, മത്തങ്ങ ഇല്ലായിരുന്നു. പിന്നെ എല്ലാം പറക്കി വെച്ചു. മുന്തിരിങ്ങയൊക്കെ ആണെങ്കിൽ അങ്ങ് പൊഴിഞ്ഞു പോകുമായിരുന്നു. പിന്നെ അതെങ്ങനെയൊക്കെയോ പറക്കിയൊക്കെ വെച്ചു. പിന്നെ പൂവ്, ഇഷ്ടം പോലെ പൂവുണ്ടായിരുന്നു. കുറേ വർഷമായിട്ട് ഇഷ്ടം പോലെ പൂ നമുക്ക് കിട്ടുന്നുണ്ട്. നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ പൂവിന് വേണ്ടി 2 തണ്ട് പൂവ് മേടിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പം കുറേ നാളായിട്ട് നമുക്ക് പൂ ശരിക്കും ഉണ്ട്. രാവിലെ പറിച്ച പൂവാണ് അടിയിലിരിക്കുന്നത്. അന്നേരം ചെറുതായിട്ടൊരു വാട്ടലുണ്ട്. പക്ഷേ ഉച്ച കഴിഞ്ഞ് പറിച്ചത് നല്ല ഫ്രഷ് പൂവായിരുന്നു. 5 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു. 4:30 എണീക്കണമെന്നൊക്കെ വിചാരിച്ചാണ് കിടന്നത്. പക്ഷെ 4:30 അലാറം അടിച്ചപ്പം എണീക്കാൻ മടി. പിന്നെ 5 മണിയായി. അങ്ങനെ 5 മണിക്ക് എണീറ്റു, കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു. എല്ലാവരെയും ഇനി പോയി വിളിച്ച് കണി കാണിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ ഒരുക്കിയ കണി. വിളക്കൊക്കെ കത്തിച്ചപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ലൈറ്റൊക്കെ ഞാൻ ഓഫ് ചെയ്തേക്കുവാണേ. വിളക്കിൻ്റെ വെട്ടത്തിൽ കാണാനാണ് ഭംഗി. അപ്പോൾ അവരെല്ലാം കണി കാണുമ്പോൾ വിളക്കിൻ്റെ വെട്ടത്തിൽ കാണട്ടെ, ലൈറ്റിട്ട് കാണണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തേക്കുന്നതേ. ഞാൻ ആദ്യം പോയി ചേട്ടനെയാണ് കണി കാണാൻ വിളിച്ചത്. കണി കാണിച്ച ഉടനെ തന്നെ ഞാൻ ചേട്ടന് കൈനീട്ടം കൊടുത്തു. ചേട്ടൻ എനിക്കും കൈനീട്ടം തന്നായിരുന്നു. അതിനുശേഷം മക്കളെയെല്ലാം ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് വന്ന് കണി കാണിക്കുകയാണ്. ഇത് നാത്തൂൻ്റെ മോനെയാണ്. അവനെയാണ് ആദ്യം കണ്ണുപൊത്തി കൊണ്ടുവന്ന് കാണിക്കുന്നത്. തമ്പുരു നല്ല ഉറക്കത്തിലായിരുന്നേ. ഉറക്കത്തിൽ കിടന്ന തമ്പുരിനെ വിളിച്ചാണ് കൊണ്ടുവന്ന് കണി കാണിച്ചത്. കൈനീട്ടം കൊടുത്തപ്പം തമ്പുരു അന്തിച്ച് നിൽക്കുവാന്ന്. തലേ ദിവസം അവൾ കൈനീട്ടത്തിൻ്റെ കാര്യവും കണി കാണുന്നതൊക്കെ പറഞ്ഞ് പെട്ടെന്ന് രാവിലെ നോക്കിയപ്പോൾ അവൾക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്താണെന്ന്. പിന്നെ അച്ഛൻ കണി കണ്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ കൈനീട്ടം തന്നു. കണിയൊക്കെ കണ്ടു. കൈനീട്ടമൊക്കെ വാങ്ങിയതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് കയറി. ചേട്ടനാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായി. താമസിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് വെപ്രാളം പിടിച്ച് ഒരുങ്ങുവാണ്. അന്നേരം പെട്ടെന്നൊരു ചായ ഇട്ട് കൊടുക്കാൻ കാപ്പി റെഡി ആയില്ലായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും അവിടെ ഇരിപ്പുണ്ട്. ചേട്ടൻ കുളിക്കാനൊക്കെ പോയിരിക്കുകയാണ്. അപ്പം ഞാൻ പെട്ടെന്നൊരു ചായ ഇട്ട് അവർക്ക് കൊടുക്കാൻ പോവുകയാണ്.
ശേഷം മക്കളൊക്കെ പോയി കിടന്നുറങ്ങി. ഇനിയിപ്പോൾ അവർ 9 മണിക്ക് എണീക്കുകയുള്ളൂ. തമ്പുരുവിനും നന്ദുവിനും എങ്ങും പോകണ്ട. ദേവുവിനാണെങ്കിൽ ട്യൂഷന് പോകേണ്ട ദിവസമാണ്. ഇന്നും എന്തായാലും വിഷു ആയതുകൊണ്ട് പോകണ്ട. അതുകൊണ്ട് അവളും 9 മണി കഴിഞ്ഞിട്ട് എണീക്കും. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി അവിയലിന് അരിയാന്നും പറഞ്ഞുകൊണ്ട് പച്ചക്കറിയും കൂടെ എടുത്തുകൊണ്ട് വന്നു. ചായയൊക്കെ നമ്മൾ ആസ്വദിച്ച് ഊതി ഊതി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലേ ഒരു ടേസ്റ്റ് കാണൂ രാവിലെ. പക്ഷെ അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പച്ചക്കറിയും കൂടെ എടുത്തുകൊണ്ട് വന്നു. ചായ കുടിയും നടക്കും, പച്ചക്കറി അരിയക്കവും കൂടെ നടക്കുമല്ലോ. ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേർക്ക് ഇഡലി വേണമെന്നും ദോശ വേണമെന്നൊക്കെ ആയി. പിന്നെ ഇന്ന് 1-ാം തീയതി, അതുകൊണ്ട് അവർ പറഞ്ഞതുപോലെ തന്നെ അവരവർക്ക് ഇഷ്ടമുള്ളത് തന്നെ ഉണ്ടാക്കി കൊടുത്തു. ഇഡലിയാണ് ഇപ്പോൾ അടുപ്പിൽ ഇരിക്കുന്നത്. ദോശയ്ക്കുള്ള മാവ് കുറച്ചെടുത്ത് ദോശയായിട്ടും ചുടുകയാണ്. അച്ഛനും അമ്മയ്ക്കും നന്ദുവിനും ഒക്കെ കാപ്പി കൊടുത്തു. ചേട്ടൻ നേരത്തെ പോയി. ചേട്ടൻ കാപ്പി കൊണ്ടുപോയില്ല. ഇനിയിപ്പോൾ അച്ഛൻ ആശുപത്രി പോകാൻ പോവാണ്. നന്ദുവിനെയും കൂടെ കൂട്ടിന് കൊണ്ടുപോവാണ്. ഇല്ലെങ്കിൽ എനിക്ക് പോകാൻ നേരമില്ലല്ലോ. ഇനിയിപ്പോൾ സദ്യ ഒരുക്കണം. എല്ലാവരും വരുമ്പം ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ടൊന്നും നടക്കൂല. അതുകൊണ്ട് അവനെയും കൂടെ ആണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് അവൻ ഇപ്പം നേരത്തെ എണീറ്റത്. ഇല്ലെങ്കിൽ ഇപ്പോഴൊന്നും എണീക്കത്തില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടനെ തന്നെ വണ്ടി വരും. ആ വണ്ടിയിൽ പോകുമ്പോൾ ചേട്ടനുള്ള കാപ്പിയും കൂടെ പോകുന്ന വഴിക്ക് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. ഞാനും ഇനിയിപ്പം കാപ്പി കുടിക്കുകയാണ്. ദോശ തന്നെയാണ് ഞാനും എടുത്തത്. ദോശയും സാമ്പാറും ചട്നിയാണ്. ഇത് കുറച്ച് തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും അതിൻ്റെ കൂടെ തേങ്ങയെക്കാട്ടും കൂടുതൽ പൊട്ടിക്കടലയും കൂടെ അരച്ചൊരു നല്ലൊരു ചമ്മന്തിയാണ്. ദോശയ്ക്കും മസാല ദോശയ്ക്കൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഇഡലിയുടെയും കഴിക്കാം. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാനും കാപ്പി കുടിക്കുകയാണ്. സംഗീത വരാനായിട്ട് കുറച്ചൊന്ന് വൈകിയായിരുന്നു. അപ്പോഴേക്കും എന്നെ വിളിച്ച് പറഞ്ഞു, കടലപ്പായസമാണ് നമ്മൾ റെഡിയാക്കുന്നത്, അതിനുള്ള കടലയൊക്കെ വേവിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കടലയൊക്കെ വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കടലപ്പായസത്തിനുള്ള കടല ശർക്കരയിൽ ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ആശുപത്രി പോയിട്ട് വന്നു. കണ്ണിന് വേറെ കുഴപ്പമൊന്നുമില്ല, മുറിവൊന്നുമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടൊരു ആശ്വാസമായി. പിന്നെ മരുന്നൊക്കെ ഒഴിച്ചിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് അടുപ്പിൻ്റെ അടുത്തോട്ട് പോവാതെ കസേരയിട്ട് മാറിയിരിക്കുന്നത്. പിന്നെ സദ്യയ്ക്കുള്ള കറികളും എല്ലാം റെഡിയായി. ഇനി പപ്പടം കാച്ചണം, പിന്നെ ഒരു പാലട വെക്കണം. ഇതൊക്കെ ഉള്ളൂ ഇനിയും അടുത്ത പണികൾ. അപ്പോൾ ഇവിടെ ഇതിന് കുറച്ച് ജോലിയുണ്ടല്ലോ, വരട്ടി എടുക്കാനുള്ളത്. അതുകൊണ്ട് കുറച്ച് നേരം ഞാനും കൂടെ വരട്ടി കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. പാലൊഴിച്ചില്ല. തേങ്ങാപ്പാൽ 2-ാം പാൽ ഒഴിച്ചിട്ട് ഇനി അകത്ത് പോയി പാലടയ്ക്കുള്ളത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതുവരെ ശർക്കരയിൽ കുറേ നേരം എടുക്കുമല്ലോ ഒന്ന് വരണ്ട് വരെ. അതുകൊണ്ട് ഇളക്കി കൊടുക്കുവാണ് ഞാനും കൂടി. നല്ലതുപോലെ വരണ്ട് വന്നപ്പോഴേക്കും തേങ്ങയുടെ 2-ാം പാല് ഞാൻ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനിയിപ്പം അവൾ നിന്ന് നല്ലതുപോലെ ഇളക്കിക്കോളും. ഈ സമയത്ത് പാലട റെഡിയാക്കണം.
അമ്മയ്ക്കാണ് ഈ കടലപ്പായസത്തിനോട് ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ്. എങ്കിലും അമ്മ പറഞ്ഞ് കടലപ്പായസം വെച്ചാൽ മതി. ഞാൻ അടപ്രഥമനുള്ള അടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടപ്രഥമൻ വേണ്ട, കടലപ്പായസം മതി എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ സംഗീതയുടെ ഭർത്താവിനും അതൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ കടലപ്പായസമാണ് റെഡിയാക്കിയത്. പിന്നെ കൊച്ചുങ്ങൾക്ക് ഈ ശർക്കര പായസത്തിനോട് വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് പാലട റെഡിയാക്കുന്നത് അതുകൊണ്ടാണ്. അവർക്ക് ബോളിയിൽ ഇങ്ങനെ പാലടയൊക്കെ ഒഴിച്ച് പാലടയോ പിന്നെ ബ്രഹ്മസലിയോ എന്തെങ്കിലും ഏതായാലും മതി, അതൊക്കെ ഒഴിച്ച് കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ഇതിന് മുമ്പിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടയിലൊക്കെ പോകുമ്പോൾ വെർമസലിയും പാലടയൊക്കെ മേടിക്കാറുണ്ട്. അന്നേരം കുറച്ച് 2 ആഴ്ചയ്ക്ക് മുമ്പിട്ട് ഇതുപോലെ വെർമസലിയൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അതുകൊണ്ട് ഈ സദ്യക്ക് പാലടയാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മിക്സിൻ്റെ ഒരു പാക്കറ്റാണ് 2 വാങ്ങിയത്. അല്ലാതെ റെഡിയാക്കണമെങ്കിൽ കുറേ നേരം എടുക്കുമല്ലോ, ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് റെഡിയായി കിട്ടുമല്ലോ. അങ്ങനെ 2 കവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പുറത്ത് പായസം റെഡിയായി, ഇപ്പം അകത്തുള്ള പാലടയും റെഡിയായിട്ടുണ്ട്. ഞാൻ സദ്യക്കുള്ള എല്ലാം വിളമ്പി വെച്ചേക്കുവാണ് കേട്ടോ. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, തോരനും പരിപ്പ്, സാമ്പാർ, ചോറ്, പപ്പടം, പുളിശ്ശേരി, 2 തരം കിച്ചടിയുണ്ട് കേട്ടോ. മധുര കിച്ചടിയും അല്ലാത്ത കിച്ചടിയും, പിന്നെ അവിയൽ, വടയിടാത്ത കൂട്ടുകറിയാണ് റെഡിയാക്കിയത്. അങ്ങനെ എല്ലാവർക്കും സദ്യയൊക്കെ വിളമ്പി കഴിക്കുവാണ് എല്ലാവരും. നമുക്ക് മേശപ്പുറത്ത് 4 പേർക്കേ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് 4 പേര് ഇരുന്നാണ് നമ്മൾ ഇങ്ങനെ വിളമ്പിയത്. അങ്ങനെ നമ്മൾ സന്തോഷത്തോടു കൂടി വിഷുസദ്യ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.